മഞ്ജു പത്രോസിൻ്റെ ജീവിതം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു കുടുംബം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ വിവാഹം കഴിക്കാൻ പോണ വ്യക്തി ഒരു കുടുംബം എന്താണ്, ഒരു ഭാര്യ എന്താണ്, ഒരു കുട്ടികൾ എന്താണെന്നുള്ളൊരു ചിന്തയില്ലാണ്ട് കള്ളും കുടിച്ച് കൂട്ടുകാരുടെ കൂടെ കടങ്ങളും വരുത്തി കിടന്ന് നടക്കുന്ന ഒരു ഭർത്താവിനെ എത്ര നാൾ ചോക്കാനായിട്ട് ഭാര്യയ്ക്ക് കഴിയും? അതാണ് മഞ്ജു പത്രോസിൻ്റെ ജീവിതം. അങ്ങനെ വളരെ ദരിദ്രമായിട്ട് കഷ്ടപ്പെട്ട് ജീവിച്ച ഒരു സ്ത്രീയാണ് മഞ്ജു പത്രോസ്. അപ്പോൾ അവിടെ നിന്നെല്ലാം കരകയറി ഇന്നിപ്പോൾ ഈ നിലയിൽ നമ്മളെല്ലാവരും അറിയപ്പെടുന്ന, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു നടിയായിട്ട് വരാനായിട്ട് ഒരുപാട് ദുഃഖങ്ങളും വിഷമങ്ങളും കഷ്ടപ്പാടും അവഗണനയും എല്ലാം സഹിച്ചുകൊണ്ട് തന്നെയാണ് ഇത്രയും ചവിട്ടുപടികൾ കയറി ഇവിടെ എത്തിയത്. ഒരു സുപ്രഭാതത്തിൽ ഭർത്താവ് പോലും തള്ളിപ്പറഞ്ഞ് ഭർത്താവിൻ്റെ വഴിക്ക് പോയി. ഇപ്പോൾ അവർ ഡൈവോഴ്സ് നടന്നിട്ടില്ല, ഡൈവോഴ്സ് കഴിഞ്ഞിട്ടുമില്ല. അപ്പോൾ ഒരു മകനായിട്ട് മഞ്ജു പത്രോസ് സമൂഹത്തിൽ ഫൈറ്റ് ചെയ്ത്, സിനിമാ ലോകത്ത് ഫൈറ്റ് ചെയ്ത്, സീരിയൽ രംഗത്ത് ഫൈറ്റ് ചെയ്ത് ബിഗ് ബോസിലും വന്നു. ബിഗ് ബോസിൽ വന്നപ്പോൾ എന്തുണ്ടായി? അവിടെ ഏതോ ഒരുത്തൻ അവിടുത്തെ മഞ്ജു പത്രോസിൻ്റെ ഒരു സീനെടുത്ത് എഡിറ്റ് ചെയ്ത് അത് മോർഫ് ചെയ്ത് വേറൊരു ബിഗ് ബോസിലെ മത്സരാർത്ഥിയായിട്ട് കമ്പയർ ചെയ്ത് അത് പുറത്തിറക്കി. അപ്പോൾ ഒറ്റയ്ക്ക് ഫൈറ്റ് ചെയ്ത് ജീവിക്കുന്ന ഒരു നടിയായാലും ഒരു സ്ത്രീയാണല്ലോ, ആ സ്ത്രീക്ക് എത്ര വിഷമമുണ്ടാവും. സമൂഹ മാധ്യമങ്ങളിൽ കൊല വിളിക്കാറുണ്ട് മഞ്ജു പത്രോസിനെ. ശരിക്കും പറഞ്ഞ് ഭയങ്കര സൈബർ ആക്രമണം നടക്കുന്നത് ഈ ബിഗ് ബോസിൽ പോയി കഴിഞ്ഞതിന് ശേഷം. ജീവിക്കാൻ വേണ്ടി 10 രൂപ ഉണ്ടാക്കാൻ വേണ്ടി, ഒരു വീടുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് മഞ്ജു പത്രോസ് ശരിക്കും പറഞ്ഞ് ബിഗ് ബോസിൽ പോയത്. അവിടെ നിന്ന് കിട്ടിയ കൂലിയാണിത്. ഏതോ ഒരുത്തൻ്റെ തല തിരിഞ്ഞ ബുദ്ധിയിൽ തോന്നിയുള്ള ഒരു എഡിറ്റിങ്ങാണ് നടന്നത്. അല്ലാണ്ട് അവിടെ അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുമില്ല, അതൊട്ട് ഉണ്ടായിട്ടുമില്ല. ഇപ്പം നമുക്കിപ്പോൾ ആരായിട്ടും ബന്ധപ്പെടുന്നതായിട്ട് ഇപ്പോൾ എങ്ങനെ വേണമെങ്കിലും നമുക്ക് മോർഫിങ് ചെയ്തോ വീഡിയോ ആക്കിയിട്ടോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ചെയ്ത് ബ്ലാക്ക് മെയിൽ ചെയ്യാം. അങ്ങനെയുള്ള തെണ്ടിത്തരങ്ങളാണ് നമ്മുടെ സമൂഹത്തിലുള്ളവർ ഈ നടികളോടുകൂടി ചെയ്യുന്നത്. എന്ത് ക്രൂരതയാണെന്നറിയാം. പക്ഷേ അവിടെയൊന്നും തളരാതെ ശക്തമായി മുന്നോട്ട് പോകാനായിട്ട്, ജീവിക്കാനായിട്ടുള്ള ദ്വര കൊണ്ട് ഇപ്പോഴും ഫൈറ്റ് ചെയ്ത് നല്ലൊരു നടിയാണ് കേട്ടോ. നല്ല റിയലായിട്ട് അഭിനയിക്കുന്ന, എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. റിയലായിട്ട് അഭിനയിക്കുന്ന സൗന്ദര്യമല്ലല്ലോ ഒരു നടിയുടെ മുഖമുദ്ര. മുഖം നല്ല ഐശ്വര്യമുള്ള മുഖമാണ്. തിരി തടി കുറയ്ക്കുന്നത് മാത്രമേ ഉള്ളൂ, വേറെ പ്രശ്നമില്ല. ആ തടി ഒരു അലങ്കാരമാണ്, ഒരു വാരികാശൻ്റെ പോലെ, അതവിടെ ഇരിക്കട്ടെ. പക്ഷേ എന്നിരുന്നാലും ആ നടി ഒരു അത്ഭുതമാണ്. ഇന്നുള്ള സ്ത്രീകൾക്ക് ശരിക്കും പറഞ്ഞാൽ മാതൃകയാക്കാവുന്നതാണ് മഞ്ജു പത്രോസിൻ്റെ ജീവിതം. അപ്പം നിങ്ങളും ഇതുപോലെ ഭർത്താക്കന്മാർ നോക്കുന്നില്ല, കള്ളുകൂടി മകളൊക്കെ നടക്കാൻ മഞ്ജു പത്രോസിനെ നിങ്ങൾക്കൊരു മാതൃകയാക്കാം. ജീവിക്കണമല്ലോ.